പാലക്കാട് ജില്ലയിലെ നഷ്ടപ്പെട്ട സീറ്റുകൾ UDF തിരിച്ചുപിടിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. എല്ലായിടത്തും UDFന് അനുകൂല സാഹചര്യമാണുള്ളത്. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി പട്ടിക നികത്താൻ പ്രാദേശിക ഘടകങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകിയതായി രാഹുൽ പറഞ്ഞു. തൃത്താലയും പട്ടാമ്പിയും ചിറ്റൂരും അടക്കം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയതും ഞങ്ങൾക്ക് കിട്ടാത്ത സീറ്റുകളും ഉൾപ്പെടെ തിരിച്ചു പിടിച്ചുകൊണ്ട് ചരിത്രത്തിലെ പാലക്കാട് എന്നുള്ള ഏറ്റവും വലിയ നമ്പർ, അത് വെറുതെ ഇങ്ങനെ പറയുന്നതല്ല. ഇതുപോലെ ആത്മവിശ്വാസം ഞാൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പറഞ്ഞു. ഇതേ ആത്മവിശ്വാസം നിങ്ങളുടെ നിരവധി ചോദ്യങ്ങൾക്ക് ഞാൻ നിലമ്പൂരിൽ പറഞ്ഞിരുന്നു. അത് വെറുതെ നമ്മുടെ ഒരു ആഗ്രഹമല്ല പറയുന്നത്, ആത്മവിശ്വാസമാണ് പറയുന്നത്. ആ ആത്മവിശ്വാസം പറയുന്നതിനകത്ത് കൃത്യമായ ഗ്രൗണ്ട് വർക്കുകളും കൃത്യമായ ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ചലനം പാലക്കാട് നിലമ്പൂരിൽ ഒരു ബൈ ഇലക്ഷന്റെ ഫേസിൽ, പാലക്കാട് ഒരു ബൈ ഇലക്ഷൻ ഫേസിൽ, പിന്നെ പുതുപ്പള്ളിയിൽ ബൈ ഇലക്ഷൻ ഫേസിൽ, തൃക്കാക്കര ബൈ ഇലക്ഷൻ ഫേസിൽ എന്തെല്ലാം വാർത്തകൾ നമ്മൾ കണ്ടു. ജനങ്ങൾക്കൊരു തീരുമാനമുണ്ട്. അതേ പറഞ്ഞത്, ജനങ്ങൾ ഇതൊക്കെ തിരുത്താൻ നിൽക്കുകയാണ്. ആ തിരുത്താൻ നിൽക്കുമ്പോൾ പ്രതിരോധം തീർക്കുന്ന ആളുകളെയും ജനങ്ങൾ തിരുത്തും. പ്രത്യയശാസ്ത്രപരമായി കോൺഗ്രസിനോട്, ഐക്യജനാധിപത്യ മുന്നണിയോട് യോജിപ്പുള്ള ആളുകളുടെ എണ്ണം പാലക്കാട് ജില്ലയിൽ CPM-നകത്ത് വർദ്ധിച്ചു വരികയാണ്. CPM-നകത്ത് മാത്രമല്ല, നിങ്ങൾ പിന്നെ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഈ പാലക്കാട് ജില്ലയിലെ BJPക്ക് ഉണ്ടാകുന്ന ഓരോ ദിവസവും ഉണ്ടാകുന്ന ശോഷണം നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ കോൺഗ്രസ് പ്രത്യയശാസ്ത്രത്തോട് കൂടുതൽ BJP രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചിട്ടും CPM-ന്റെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചിട്ടും ആളുകൾ കടന്നു. ഒരു തർക്കവുമില്ല. UTV ന്യൂസ് പാലക്കാട്.